നമസ്കാരം, ഞാൻ ഡോക്ടർ ലുബ്ന. വളരെ കാലമായിട്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധമാണ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി സാധാരണയായി വാതരോഗങ്ങൾക്കും ആർത്തവം ക്രമീകരിക്കാനും അതുപോലെ തന്നെ കൃമിശല്യം ഒഴിവാക്കാനും അങ്ങനെ പലതരത്തിൽ പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുള്ളൊരു ഔഷധം കൂടിയാണ് വെളുത്തുള്ളി. എന്നിരുന്നാൽ തന്നെ ഇത് ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചിട്ടും അതുപോലെ രോഗാവസ്ഥ അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും ഈ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതിൽ ചില ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും ഉണ്ട്. ഇത് ഇങ്ങനെ അല്ലാതെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതെന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പഠനങ്ങൾ തെളിയിക്കുന്നത് വെളുത്തുള്ളി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ലൊരു ഔഷധമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ കരളിനെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളെ മൈക്രോബ്സിനെ തടുക്കാനും വെളുത്തുള്ളിക്ക് നല്ല കഴിവുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സാധാരണയായിട്ട് തൊലിപ്പുറത്തുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, ടീനിയ പോലത്തെ കാൻഡിഡ ആൽബിക്കൻസ് പോലെ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ തടുക്കാനായിട്ട് വെളുത്തുള്ളി നല്ലപോലെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ഉദരത്തിലുള്ള വേം ഇൻഫെസ്റ്റേഷൻ, കൃമിശല്യത്തിനും വെളുത്തുള്ളി നല്ലപോലെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ഇത് കൂടാതെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള വാതരോഗങ്ങൾക്കും വളരെ ഉപയോഗപ്രദമായിട്ട് പഠനങ്ങൾ തെളിയിച്ചതാണ്. വെളുത്തുള്ളി സാധാരണയായി പച്ചയ്ക്ക് കഴിക്കുന്നത് മിക്കവാറും ആളുകൾക്ക് വായലും അതുപോലെ തന്നെ വയറിലും ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് നമ്മൾ ഒന്നെങ്കിൽ വേവിച്ചിട്ടോ അല്ലെങ്കിൽ ചുട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാട്ടിയിട്ടോ ആണ് കഴിക്കാറ്. ഇതല്ലാതെ തൈലത്തിലിട്ട് വെച്ചിട്ടും തേനിലിട്ട് വെച്ചിട്ടുള്ള പ്രയോഗങ്ങളും ആയുർവേദത്തിലുള്ളത് തന്നെയാണ്. സാധാരണ രീതിയിൽ നമുക്ക് വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് പാല് കാച്ചി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറിന് ഉണ്ടാവുന്ന ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രശ്നങ്ങൾ, വയറ് വീർപ്പ്, അതുപോലെ തന്നെ കൃമിശല്യം, ഇത് കൂടാതെ തന്നെ മേധസ് കൂടിയിട്ടുണ്ടാവുന്ന ചിലതരം കുരുക്കൾ, അതുപോലെ അമിതമായിട്ടുള്ള വേർപ്പ്, ദുർഗന്ധത്തോട് കൂടിയുള്ള വേർപ്പ്, ഇതിനൊക്കെ അത് നല്ലപോലെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ കാലിൻ്റെ ഇടയിലൊക്കെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി മഞ്ഞളും കൂടെ അരച്ചിട്ട് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലിന് നല്ലൊരു ഭേദം സാധാരണ ഇതിൽ കിട്ടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വെളുത്തുള്ളി വളരെയധികം ഉപയോഗപ്പെടും. നമുക്ക് ഇത് 2-3 അല്ലി വാട്ടി അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ രോഗപ്രതിരോധ ശേഷി നല്ലപോലെ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. സ്ത്രീകൾക്ക് അമൃതമായിട്ടാണ് വെളുത്തുള്ളി ആയുർവേദത്തിൽ പറയുന്നത്. നമുക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി വേവിച്ച് കുറച്ച് ശർക്കര ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സ്തനങ്ങൾ ദൃഢമാവാനൊക്കെ അത് വളരെയധികം ഉപയോഗപ്പെടും. പ്രത്യേകിച്ചും പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്രദമാവുക. അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ചതച്ച നീരെടുത്തിട്ട് അതിൽ കുറച്ച് കടുകെണ്ണയും കൂടെ ചേർത്ത് നല്ല വേദനയുള്ള സന്ധികളിൽ പുരട്ടിക്കഴിഞ്ഞാൽ വേദനയ്ക്ക് കുറച്ച് ശമനം കിട്ടുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇതുകൂടാതെ തന്നെ അപസ്മാരത്തിൽ അതുപോലെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൊലിപ്പുറത്തുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് അങ്ങനെ പലതരത്തിൽ നമുക്ക് വെളുത്തുള്ളിയുടെ ഉപയോഗങ്ങളുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമുക്ക് വരും വീഡിയോകളിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ അസുഖങ്ങളിലുള്ളത് എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതൊക്കെ കാണാം. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് വെളുത്തുള്ളി. എന്നാൽ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്ഷീണം, തളർച്ച, അവിടെ ചുട്ടുനീറ്റൽ, ഇങ്ങനത്തെ ഒരുപാട് ലക്ഷണങ്ങൾ, ഛർദിൽ, ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയുടെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 3-4 വെളുത്തുള്ളിയിലധികം ഒരു ദിവസം ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ, രക്തസ്രാവത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ കഴിയുന്നതും വെളുത്തുള്ളി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഇതിന് വേണ്ടി ഹാർട്ടിൻ്റെ അസുഖത്തിനും ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളും വെളുത്തുള്ളി അമിതമായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ദോഷകരമായിരിക്കും. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് വെളുത്തുള്ളിയെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.